എടി ഇവിടെ ഒരാൾ പൊക്കത്തിന് എത്ര ആഴം കാണും ഇവിടെ? ഒറിജിനലായിട്ട് ഒരു ആന മൂന്നാഴം ഉണ്ട്. ആന മൂന്നാഴം? അത് നിനക്ക് ഇവിടെ ഇടണം മനസ്സിലാക്കി അടുത്തടിക്കാൻ പഠിക്കുന്ന ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഓപ്ഷൻ ക്രിയേഷൻസ്. ഗൈസ്, ഞാൻ ഒരാഴ്ചയായി വീഡിയോസൊക്കെ ഇട്ടിട്ട്, കാരണം എനിക്ക് എക്സാംസ് ആയിരുന്നു, ഭയങ്കര പഠിത്തമായതുകൊണ്ട് വീഡിയോസ് ഇടാൻ അല്പം ലാഗ് ഉണ്ടായിരുന്നു. സോ ഞാനൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. നിങ്ങൾ ഈ ലൊക്കേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇന്ന് നമ്മളൊരു ഫിഷിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫിഷിംഗ് കിങ്ങായ വിച്ചുബായ് ഇവിടെ ഉണ്ട്. ആ തലയെ കെട്ടിക്കൊണ്ട് മാനത്തോട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന പയ്യനാണ് വിച്ചുബായ്. കേട്ടോ, ഇവിടെ ഒരുവിധം ഇതൊരു പാറക്കുഴിയാണ് ഗൈസ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. സോ ഇവിടെ നിന്നാണ് നമ്മളിന്ന് മീൻ പിടിക്കാൻ പോകുന്നത്. മീൻ കിട്ടുമോ എന്നറിയില്ല, നമ്മൾ ഇട്ട് നോക്കാൻ പോവുകയാണ്. പുതുതായി വാങ്ങിച്ച ഫിഷിംഗ് റോഡുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അതെ, നല്ല കിട്ടുമോടെ വിഷ്ണു? അപ്പോൾ ഇന്ന് കിട്ടുമെന്നാണ് വിഷ്ണു പറയണത്. വിഷ്ണു പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല. അതാണ് നമ്മുടെ വിച്ചുബായ്. അപ്പോൾ മീനും കൊണ്ടായിരിക്കും നമ്മളിന്ന് പോകാൻ പോകുന്നത്. പറ്റിക്കരുത്, പ്രേക്ഷകരെ പറ്റിക്കരുത്. അപ്പോൾ നമുക്ക് മീൻ ചൂണ്ടിട്ട് നോക്കാം ഗൈസ്. തീറ്റയൊക്കെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ എങ്ങനെ തീറ്റ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ശരി, പറഞ്ഞില്ലാന്നൊക്കെ പറയാം. ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ വെള്ളത്തിൽ നോക്കിപ്പോയില്ല. എടി ഇവിടെ ഒരാൾ പൊക്കത്തിന് എത്ര ആഴം കാണും ഇവിടെ? ഒറിജിനലായിട്ട് ഒരു ആന മൂന്നാഴം ഉണ്ട്. ആന മൂന്നാഴം? അത് നിനക്ക് ഇവിടെ ഇടണം മനസ്സിലാക്കി അടുത്തടിക്കാൻ പഠിക്കുന്ന താന്ന് പോണ ആഴറിയാൻ പറ്റില്ല. മീനുണ്ടാ എവിടെ? ആ ശരിയാണ്, മീൻ കുഞ്ഞുങ്ങൾ ഇതിൽ കിട്ടും തോടി. മീനിൻ്റെ കുഞ്ഞുങ്ങളാണ് ഗൈസ്. വലിയ മീനപ്പം ഉള്ളിലോട്ട് കാണും. ഇവിടെ ഒരു ആനയ്ക്ക് മുങ്ങാനുള്ള ആഴം ഉണ്ടെന്നാണ് ഇവരൊക്കെ പറയുന്നത്. സ്പൈഡർ ഹുക്കില് ഇതാണ് സ്പൈഡറോ? എൻ്റെ മുന്നിൽ ഇതെന്താടാ? ഇതിലാണ് സ്പൈഡറോ? ഇതാണ് സ്പൈഡർ. കടിക്കുവോ? സ്പൈഡർ പോലെ ചെലന്തിയുടെ കാല് ഒരു സൈഡ് 8 ഹുക്കുണ്ട്. അതാണ് സ്പൈഡർ എന്ന് പറഞ്ഞത്, മനസ്സിലായ? ഓ അങ്ങനെ. നമ്മൾ ഉപയോഗിക്കുന്ന തീറ്റ ഇതിൻ്റെ അകത്ത് ഈ പുഷ്ടി എന്ന് പറഞ്ഞ സാധനമുണ്ട്. പുഷ്ടിയോ? ഇത് ആടിന് കൊടുക്കുന്ന തീറ്റ, പിന്നെ മൈദ, എസൻസ്, വാനില എസൻസ്, കേക്ക് ഉണ്ടാക്കാനേ. മീന് നല്ല അട്രാക്ട് ചെയ്യണ്ടേ മീനിനെ. ഇതാണ് നമ്മൾ അടിക്കുന്നത്. ഇതാണ് സ്പൈഡർ ഹുക്ക്. സ്പൈഡർ എങ്ങനെ മീൻ തിന്നാലും തീരുന്നത്. ഇത് പഞ്ച് ചെയ്യുന്നത് നടുക്കുള്ളതാണ് സ്പ്രിങ്. ഇതിലാണ് തീറ്റ പഞ്ച് ചെയ്യുന്നത്. ഈ സ്പ്രിങ്ങിലാണ് തീറ്റ പഞ്ച് ചെയ്യുന്നത്. ഇത് ഒരു മീൻ വേണമാണ് ഇത്രയും അടിച്ചു വെച്ചേക്കണേ? ഒരു മീനെന്ന് വെച്ചാൽ അടിക്കുന്ന സൈസ് പോലെ ഇരിക്കും. ചെറിയ മീൻ ഹുക്കായി കഴിഞ്ഞാൽ വലിയ മീൻ കയറില്ല. വലിയ മീൻ കയറി കഴിഞ്ഞാൽ ഇതിൽ പോവില്ല. എങ്ങനെ മീൻ അറ്റാക്ക് ചെയ്താലും ഹുക്കാണ്. അതിനാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. തിരിച്ച് വലിച്ചാലും ദേഹത്തോട് നിങ്ങൾ വന്നോളൂ അല്ലേ? ഇത് ഒരു ഹുക്കായി കഴിഞ്ഞാൽ പിന്നെ ഇത് പറവട ഹുക്കാവും. ഒരിക്കലും വാലിലും ദേഹത്ത് എവിടെല്ലായിരുന്നു നിന്ന് കയറിക്കും. അതാണ് ഐഡിയ. അതാണ് ഇതിന്റെ ഗുഡൻസ് അല്ലേ? റേറ്റ് എത്രയാടാ? 150 രൂപയാണ് വാങ്ങിയത്. ഇത് അവനൊന്നും ഉണ്ടാക്കിയ ഇത് 150 റുപ്പീസാണ് ഗൈസ്. പക്ഷെ ഉണ്ടാക്കിയത് അവനാണ്. ഉണ്ടാക്കിയതാ? ഇത് ഉണ്ടാക്കിയത് വാങ്ങിച്ച് സെറ്റ് ചെയ്യണോ? ഇത് അല്ല, ഇത് വാങ്ങിക്കാൻ കിട്ടുന്നത് 150 രൂപ. ഈ സെറ്റ് ആയിട്ട് എല്ലാം ഉണ്ടാക്കാൻ പറ്റും. ഹുക്ക് വാങ്ങി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് അവനെന്നെ ഉണ്ടാക്കി. എന്നെ അറിയാലോ അവർക്ക്. നമ്മുടെ അവൻ്റെ എന്തെങ്കിലും ചങ്ങാടം ബ്ലോഗിൽ ചങ്ങാടത്തിന്റെ പറയുന്ന ക്യാമറമാന് സമയമായി വരണതേ ഉള്ളൂ അല്ലടാ? ഒരു 3 മണി കഴിയണം. ഈവനിങ് ആകുമ്പോഴാണ് മീനുകൾ വെയിൽ കൊള്ളാൻ വേണ്ടി ഇറങ്ങുമല്ലേ? വെയിൽ മാറി വെളിയിറങ്ങണം. വെയിൽ മാറി കാറ്റുകൊള്ളാൻ വേണ്ടി ഇറങ്ങും. നല്ല മണം ഉണ്ടല്ലേ? ഇത് എസൻസ് ഇട്ടുകൊണ്ടല്ലേ മണം കൂടുതൽ. ഞാനിവിടെ വരെ കഴിച്ചു പോട്ടെ. വേറെ ഒന്നുകൂടെ പറയാം, എന്തൊക്കെ കിട്ടും ഇതില്? ഈ ആടിനൊടുക്കുന്ന പുഷ്ടി എന്ന് പറയും, വലിയ തിരുതീറ്റ, മൈദ, എസൻസ്, പിന്നെ ബൂസ്റ്റ് ഇടാം, നമുക്ക് ഹോർലിക്സ് ഇടാം. അതൊക്കെ പൈസ അനുസരിച്ചല്ലേ? നമുക്ക് ചേർക്കുമ്പോൾ മീനൊരു ഗുമ്മ് തോന്നണം. ഇവിടുത്തെ കൊമ്പൻ സ്രാവുകളെ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ എങ്ങനെയാണ് എന്ത് ചെയ്യണം? സാധനം പ്രസ് ചെയ്താ പഞ്ച് ചെയ്ത് പഞ്ച് ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്.
ആക്കിയിട്ടുണ്ട്. എല്ലാം ഒളിപ്പിച്ച്. ഓക്കെ, കണ്ടല്ലോ ഗൈസ്, ഇങ്ങനെ വയ്ക്കാവോ, ഇല്ലെങ്കിൽ മീൻ കണ്ടുപിടിക്കും ചൂണ്ട. ബുദ്ധിയുള്ള മീൻ. അതിൻ്റെ കൂടെ അങ്ങ് പോവല്ലേ വിഷ്ണു. ഇതാ അങ്ങനെ കൊണ്ട് പിടിക്കും. ഇവിടെ നീ പിടിച്ചാ ഇത്രയും പെട്ടെന്നാ? ശേ, ചത്താടിയത്? ഇല്ല പോടാ, പയ്യെ പിടിടാ. ചത്തുകൂടാ. ഏതിൻ്റെ കുഞ്ചടാ അത്? കണ്ടിട്ട് ഗിഫ്റ്റ് സിലോപ്പിയ. സിലോപ്പി തിരിച്ചു വിടുവാ. അത്രയും കഴിവുള്ളതാണ് മിച്ചുപോയി. ഇത്രയും വലിയ മീൻ അവൻ കൈ കൊണ്ട് പിടിച്ചു. കുരുങ്ങിയിരിക്കുന്നു. അല്ലേ, നീ എടുത്ത് കുഴപ്പമില്ല, എൻ്റെ മുഖം കാണിക്കില്ല. ഇത് വലുതായല്ലാടെ. ഇത് ഒരു 4-5 കിലോ വരുമല്ലേ? 4-5 കിലോ. ഇത് കഴിച്ചുകൊണ്ടൊക്കെ അല്ലേ? മറ്റേതപ്പം കിട്ടൂടെ? അതൊക്കെ ടൈം പിടിക്കും, വെയിറ്റിംഗ് ആണ്. സിലോപ്പിയാണ് ഗൈസ്, നല്ല നാടൻ സിലോപ്പിയ. ഓക്കെ, അങ്ങനെ ഉൾക്കാരണം കിട്ടിയിട്ടുണ്ട്. എഴുതാൻ കേട്ടു ഗൈസ്. നമുക്കങ്ങനെ അടുത്ത വീഡിയോ മീൻ കിട്ടിയിട്ടുണ്ട്. ഇത് നേരത്തെ കളി സൈസുണ്ട് അവിടെ. വീണ്ടും 4-5 കിലോ ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാലെങ്കിലും പരിപാടി. ഇത് വലുതപ്പം കിട്ടും. സമയം എടുക്കണം, അതിന് ബെല്ലടിക്കണ നമുക്ക് കിട്ടും. അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ അവനെ ഞാൻ ചൂണ്ടയിൽ പെടുത്ത് അങ്ങ് എടുത്തിടും. അതെ, വെള്ളത്തിൽ പോവല്ലേ. പക്ക ഹൂക്കളിയാ. ലോപ്പി പൊരിച്ച് കഴിക്കാൻ എന്നാ സ്റ്റേഷൻ അറിയാം. ഓഹ്, എൻ്റെ അമ്മ എന്തൊരു അടിയടാ അത്. വലി അത് പൊട്ടിച്ചുകൊണ്ട് പോവല്ലേ, പയ്യെ വരി. നിനക്ക് അറിഞ്ഞൂടാ വിഷ്ണു, ഞാൻ പഠിപ്പിച്ചു തരണോ? എൻ്റെ അമ്മനെ, അത് വലുതേനെന്ന് തോന്നണം കേട്ടോ. അവിടെ പയ്യെ വരിക്ക്. ഉഫ്, എന്തൊരു വലിപ്പൂടാ മീനിന്. ടൈപ്പ് ചൂണ്ടയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഗൈസ്. ഇതാണ് പോപ്പ്. ഇതിലാണ് അതായത് കട്ട്ല, രോഹു എന്ന് പറഞ്ഞ വളർത്തു മീനൊക്കെ ഗ്രൗണ്ട് ഫീഡ് എടുക്കുന്നതാണ്. ഗ്രൗണ്ട് ഫീഡ് എടുക്കുമ്പോൾ ഇതും ഫുഡാണെന്ന് പറഞ്ഞ് സക്ക് ചെയ്തെടുക്കും. ഫസ്റ്റ് സക്ക് ചെയ്യുമ്പോൾ ഫുഡാണെന്ന് മനസ്സിലാക്കി തുപ്പിക്കളയും. അപ്പോൾ ഇതിൻ്റെ എഡ്ജിലൊന്ന് ഹുക്കാവും. അതാണ് ഇത്. ഈ തീറ്റ എടുക്കാൻ പറ്റും. അല്ലാതെ ഈ തീറ്റ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കിടന്ന് പിടഞ്ഞാലും ഇത് പൊങ്ങിയല്ലേ കിടക്കുള്ളൂ. കയറി അടിക്കുമ്പോൾ ഹുക്കായിക്കോളും. ബുദ്ധിപരമായിട്ടുള്ള സൈക്കോളജിക്കൽ മൊമെന്റ്. ഞാൻ കൊള്ളലോടാ മോനെ. അപ്പോഴൊരു കോൾ വന്നടേ. ഓക്കെ, അടുത്ത് വീണ്ടും സിലോപ്പി തന്നെയാടേ. വീണ്ടും സിലോപ്പി കിട്ടിയിട്ടുണ്ട് ഗൈസ്. രോഹം കട്ടലൊക്കെ എപ്പോഴേ സമയം എടുക്കൂടാ, മണി എനിക്കുണ്ട്. അവിടെ ഞാൻ മീനും കിട്ടിയിട്ടുണ്ട്. ക്യാമറ ഇരിക്കണ്ട. ബായിലൊക്കെ അഗ്വാട ഷിഗ ബിഗ. ഇന്ന് സിലോപ്പിയുടെ കളിയാണ് എൻ്റെ അവിടെ വിഷ്ണു. പോയാടാ 2 എനിക്ക് വയ്യ. ഇതാണ് കഴിച്ചുകൊണ്ടേടാ മായാജാലം. ഇതാ 2 തൂക്കിയിരിക്കുന്നു നമ്മുടെ പിള്ളേര്. വീണ്ടും വിഷോൺ വയ്യ. ആരാണ് ഫ്രണ്ട്സ്? നമ്മളങ്ങനെ ഏകദേശം 3-4 മണിക്കൂറായി ഇവിടെ വന്നിട്ട്. ഇവിടെ നേരമൊക്കെ ഇട്ട് തുടങ്ങി. സോ നമ്മൾ നൈസ വീട് പറ്റി പോകാൻ പോവുകയാണ് ഫ്രണ്ട്സ്. നമ്മൾ പ്രതീക്ഷ അത്ര മീൻ കിട്ടിയില്ലെങ്കിലും ആവശ്യത്തിന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. അതിൽ തട്ടലയോ ഫ്രണ്ട്സ്? ഇത്രയാണ് നമ്മൾ ഇന്ന് പിടിച്ച മീൻ. നമ്മൾ പ്രതീക്ഷ വലിയ മീനൊന്നും കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം ഒരു വിരിപ്പിനുള്ള കിട്ടിയിട്ടുണ്ട്. എൻ്റെ സയൻറ്റിഫിക് നെയിം എന്തുവാടാ? ഗിഫ്റ്റ് തിലാപ്പിയ, കോടേട്ടം പൈലിയ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളിന്ന് പൊരിച്ച് തിന്നാൻ പോകുന്ന സാധനം. ബാക്കി ഇവിടെ മൊത്തം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സ്. സോ നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. എന്താ സാധനങ്ങൾ നമ്മൾ വലിയ മീൻ ഇട്ടതൊന്നും കിട്ടിയിട്ടില്ല. കാരണം ഇന്ന് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് മീനുകളൊന്നും അതെ, പ്രത്യേകിച്ച് നമ്മൾ മാസ്ക് വയ്ക്കാത്തതുകൊണ്ട് മീനുകളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് സോറി ഗൈസ്, വലിയ മീനൊന്നും കിട്ടിയില്ല. പക്ഷേ കിട്ടിയ മീനും കൊണ്ട് നമ്മളിതാ പോകാൻ പോവുകയാണ്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫിഷിംഗ് ഇഷ്ടപ്പെടുന്ന മച്ചാന്മാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.